മുറപ്പെണ്ണ്. എടോ, തന്നോടൊക്കെ ആരാ ഈ ഒന്നാമത്തെ പന്തിയിൽ തന്നെ കയറി ഇരിക്കാൻ പറഞ്ഞത്? താനും നീ പെണ്ണിനെ വിളിച്ചോണ്ട് എഴുന്നേറ്റ് മാറിക്കേ. ജനനിബിഡമായ ആ വിവാഹപ്പന്തലിൻ്റെ ആൾത്തിരക്കുകളിൽ അപമാനിതരായി ഞാനും അച്ഛനും. പിടഞ്ഞു വീണു മരിച്ചൊരു മങ്ങിയ ചിരിയോടെ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കലും ഉണങ്ങാത്ത അപമാനവും നോവും. നമുക്ക് അടുത്ത പന്തിക്കിരിക്കാം അല്ലേ മോളെ? സ്വരത്തിൽ നിസ്സഹായതയുടെ ചിലമ്പൽ. അടയ്ക്കാമരത്തൂണുകൾ നാട്ടിയ ആ ഓലമേഞ്ഞ വിവാഹപ്പന്തലിനുള്ളിലെ ഇരുമ്പ് കസേരയിൽ നിന്ന് ഞങ്ങൾ മെല്ലെ എണീറ്റുമാറി. അപമാനത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു. അമ്മാവനൊപ്പമെത്തിയ ഏതോ മുഖ്യ അതിഥികളെ ഞങ്ങൾ ഒഴിച്ചിട്ട കസേരയിലേക്ക് ഇരുത്തി. ചുറ്റുമുള്ള പല കണ്ണുകൾ ഞങ്ങളെ കൊത്തിവലിക്കുന്നു. എതിർവശത്തായി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ അർച്ചനയും അവളുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നതും അവൾക്ക് മുമ്പിൽ നിരത്തിയ നീളൻ തോശനിലയിലേക്ക് ചൂട് ചോറ് വിളമ്പുന്നു നിർവികാരതയോടെ നോക്കി പന്തലിൻ്റെ ഓരം ചേർന്ന് അച്ഛനും ഞാനും നിന്നു. അവളുടെ അച്ഛൻ ടൗണിലെ സഹകരണ ബാങ്കിലെ മാനേജരും അമ്മ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമാണ്. നാളെ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞു. എന്നെ കളിയാക്കാനൊരു കാരണം കിട്ടിയ പോലെ അവൾ ഗൂഢമായി ചിരിക്കുന്നു. അമ്മയുടെ സ്വന്തം സഹോദരൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു മതിൽക്കെട്ടിനപ്പുറത്തു നിന്നും അതിഥികളായി വരികയും ഒരില ചോറിന് മുമ്പിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ചില നിമിഷങ്ങൾക്കപ്പുറം അച്ഛൻ എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് ആ പന്തലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഈ മുറ്റത്ത് കാല് കുത്തില്ലെന്ന് ഞാൻ ശപഥമെടുത്തു. അല്പം മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്നും ഉണ്ണിമാമ എന്ന് വിളിച്ചുകൊണ്ട് ഓടിവരുന്ന ആ ശബ്ദം എനിക്ക് പരിചിതമായിരുന്നു. അച്ഛൻ പിന്തിരിഞ്ഞു നോക്കിയെങ്കിലും കൈകൾ വിടുവിച്ച് ഞാൻ വേഗത്തിൽ ഒതുക്കുകല്ലുകൾ ചവിട്ടി ഇടവഴിയിലേക്ക് ഇറങ്ങി. കയ്യാല പടർപ്പുകളിൽ നിറയെ ശംഖുപുഷ്പങ്ങൾ പൂത്തു തളിർത്ത് കിടക്കുന്നു. മാമൻ്റെ ഇളയ മകനാണ് അജയ്. എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ട അജുവാണ്. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും അവൻ 12ാം ക്ലാസ്സിലും ഞാൻ 10ലുമായിരുന്നു. അച്ഛനോട് അവൻ എന്തോ സംസാരിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഉണ്ണിമാമ, ഇങ്ങനെ പോവല്ലേ, കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട മോനെ, ഇപ്പം തന്നെ വയറ് നിറഞ്ഞു. ഞങ്ങൾ വരരുതായിരുന്നു അല്ലേ? സത്യത്തിൽ അവളുടെ അമ്മയുടെ ഒരൊറ്റ നിർബന്ധമാണ്, അല്ലെങ്കിൽ വരില്ലായിരുന്നു. നിറകണ്ണുകളോടെ അച്ഛൻ തിരികെ വരുന്നതറിഞ്ഞിട്ടും ഞാൻ പിന്നിലേക്ക് നോക്കിയില്ല. ഒരു വേള അവൻ്റെ നോക്കിലെ പരിഹാസമുനുകൊണ്ട് വീണ്ടും എൻ്റെ ഹൃദയം മുറിഞ്ഞാലോ? കാരണം എല്ലാവരുടെയും പ്രിയങ്കരനായ അജുവിന് ഈ എന്നെ മാത്രം ഇഷ്ടമല്ലായിരുന്നു. എന്നെ കളിയാക്കാനും വേദനിപ്പിക്കാനും പരിഹസിക്കാനുമൊക്കെ അവന് വല്ലാത്ത ഉത്സാഹമായിരുന്നു. എന്നെ കരയിച്ചവൻ എപ്പോഴും പൊട്ടിച്ചിരിക്കും. ഞാൻ എന്ന വ്യക്തിയിൽ ഇത്രമേൽ അപകർഷതാബോധവും ആത്മവിശ്വാസക്കുറവും, എല്ലാവരോടും എല്ലാത്തിനോടും ഒരുതരം പ്രതികരിക്കാനാവാത്ത ഭയമാണ് എനിക്ക്. എല്ലാവരും പറയും ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലെന്ന്, സ്മാർട്ട് അല്ലെന്ന്, പഠിക്കാനും മിടുക്കിയല്ല. ക്ലാസിൻ്റെ അവസാന ബെഞ്ചിൻ്റെ മൂലയിൽ എടുത്തെറിയപ്പെട്ട, ആരും പരിഗണന തരാത്ത ചില കുട്ടികളിൽ ഒരാൾ. ഇന്നീ ഭൂമിയിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നതും അയാളെയാണ്, അജു. ഞങ്ങളുടെ അവസാന കണ്ടുമുട്ടലിൽ വിങ്ങലോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചിരിയായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മ തറവാടിൻ്റെ മഹിമ മറന്ന് അച്ഛനുറപ്പ് ഇറങ്ങി വന്നതിൻ്റെ ഇഷ്ടക്കേടാണ് ഞങ്ങളോടവർക്കെല്ലാം. നാട്ടിലെ ഒരു തടിമലിൽ ദിവസം കൂലിക്കാരനാണ് എൻ്റെ അച്ഛൻ. ആളൊരു പാവമാണ്. അമ്മയും ഞാനുമായിരുന്നു അച്ഛൻ്റെ ലോകം. അമ്മയുടെ ഇടതുമാറിൽ ഒരു ചെറിയ കല്ലിപ്പ് കണ്ടു തുടങ്ങിയ മാസങ്ങളായി. ഒന്നുമില്ലെന്ന് നിസ്സാരമായി തള്ളിയെങ്കിലും കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടപ്പോൾ സർജറിക്ക് നിർദ്ദേശിച്ചു. ടെസ്റ്റിന് അയച്ചിട്ടുമുണ്ട്. ആശുപത്രിയിൽ അമ്മയെ ഒറ്റയ്ക്കാക്കിയാണ് ഞാനും അച്ഛനും ഇവിടേക്ക് വന്നത്. അതും അമ്മയുടെ നിർബന്ധം കൊണ്ട്. മറിച്ച് ഒരില ചോറിനോടുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്ന ഒന്നാമത്തെ പന്തിയിലിരുന്നതല്ല. എന്നിട്ടും എല്ലാം അറിയുന്നവർ വീണ്ടും വീണ്ടും തങ്ങളെ വേദനിപ്പിക്കുന്നു. മുത്തശ്ശൻ സ്വത്തുക്കൾ മുഴുവനായി അജുവിൻ്റെ അച്ഛൻ്റെ പേർക്ക് തീരെഴുതിയിട്ടും അവകാശങ്ങൾ തേടി അമ്മയും ചെന്നില്ല. ഒടുവിൽ എപ്പോഴോ മുത്തശ്ശി മരിക്കും മുന്നേ ആ തറവാടിനോട് ചേർന്ന് 10 സെൻറ്റ് ഭൂമി അമ്മയുടെ പേർക്ക് എഴുതി വച്ചത് അമ്മാവന് അനിഷ്ടമായിരുന്നു. അതായിരിക്കാം ഉയരമുള്ള മതിൽ കെട്ടി ഞങ്ങളുടെ ചെറിയ വീടിനെ അയാൾ മറച്ചു പിടിച്ചതും. തറവാട്ടിലെ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് വിളിച്ചാൽ അന്യരെ പോലെ ഒരു മൂലയിൽ ഞങ്ങളെ ഒതുക്കി നിർത്തും.
എത്ര അകറ്റിയാലും അമ്മയ്ക്ക് ആകെയുള്ള രക്തബന്ധത്തിൽ നിന്നും അകന്നു പോകാനൊട്ട് ആഗ്രഹവുമില്ല. തിരികെ ആശുപത്രിയിലെത്തിയിട്ടും അമ്മയോടൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അതിയായ ഉത്സാഹത്തോടെ ആര്യച്ചേച്ചിയുടെ കല്യാണ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നത് കേൾക്കെ അച്ഛൻ കുനിഞ്ഞ മുഖത്തോടെ പുറത്തേക്ക് പോകുന്നത് ഞാൻ നോക്കിക്കണ്ടു. 2 ദിവസങ്ങൾക്കപ്പുറം സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഞാൻ അകത്തേക്ക് നടന്നതും വാഗമരത്തിൻ്റെ ചോട്ടിലവരുണ്ടായിരുന്നു. അജുവും അർച്ചനയും. ഇരുവരുടെയും കയ്യിൽ റോസ് നിറമുള്ള ബോംബെ മിഠായിയും. കാണാത്ത പോലെ വേഗത്തിൽ ഞാൻ നടക്കാനൊരുങ്ങി. പിന്നിൽ നിന്നും എന്നെ ആശാ ഉണ്ണിയെന്ന് അവനാണ് നീട്ടി വിളിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യം പറഞ്ഞ് അവളോടൊപ്പം കളിയാക്കാനാകൂന്നോർത്ത് കേൾക്കാത്ത പോലെ ഞാൻ നടന്നെങ്കിലും എനിക്ക് പിന്നാലെ അവർ വരുന്നെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ മുഖം കൊടുക്കാതെ തല താഴ്ത്തി നിന്നു. അവൻ്റെ അടുത്ത നീക്കത്തെ ആകാംക്ഷയോടെ അർച്ചനയെ നോക്കി നിൽക്കുന്നു. സ്പോഞ്ച് പോലെ നേർത്ത ആ ബോംബെ മിഠായിൽ നിന്നും ഒരു കഷ്ണം അടർത്തിയെടുത്ത് അവനെനിക്ക് നേരെ നീട്ടുമ്പോൾ ഞാൻ തല ഉയർത്തി. ആ ചുണ്ടിലൊരു ചിരിയുണ്ട്. നിഷേധഭാവത്തോടെ പിന്തിരിയാൻ ശ്രമിച്ചപ്പോൾ അവൻ വീണ്ടും എനിക്ക് നേരെ നീട്ടി. തുടരെ തുടരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ കൈ നീട്ടിയതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ സ്വന്തം വായിലേക്കിട്ടു. അർച്ചനയും അവനൊപ്പം ചിരിച്ചു. എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല. പകരം നെഞ്ചിനുള്ളിൽ ഒരു നോവ്. ഞാൻ വേഗം തിരികെ നടക്കാനൊരുങ്ങിയതും അവൻ എന്നോടായി പറയാൻ തുടങ്ങി. നോക്ക്, നെറ്റിയിലൂടെയല്ല എണ്ണ ഒഴുകുന്നു. കുറച്ച് വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടെ തനിക്ക്? ആദ്യമായല്ല, പക്ഷേ ഇന്ന് അവൾക്ക് മുമ്പിൽ വെച്ചാണ് അവൻ പറഞ്ഞത്. അറിയാതെ ഞാൻ ചുരിദാറിൻ്റെ ഷോള് കൊണ്ട് നെറ്റി തുടച്ചു. വല്ലാത്ത വിഷമം തോന്നുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. എൻ്റെ വസ്ത്രങ്ങളിൽ തിളങ്ങുന്ന വർണ്ണങ്ങളില്ലായിരുന്നു. കൈകളിൽ കിളുങ്ങുന്ന കുപ്പിവളകളോ ചുണ്ടിൽ ചായങ്ങളോ മിനുസമുള്ള പട്ടുപോലെ തിളങ്ങുന്ന നീണ്ട മുടിയിഴകളോ എനിക്കില്ലായിരുന്നു. കാച്ചെണ്ണ പറ്റിപ്പിടിച്ച നെറ്റിത്തടങ്ങളും എണ്ണ വറ്റാത്ത പിന്നിക്കെട്ടിയ മുടിത്തുമ്പും. പക്ഷെ അവൻ്റെ വാക്കുകൾ വീണ്ടും എന്നിൽ എവിടെയോ ഉണങ്ങാത്ത അപകർഷതാബോധത്തിൻ്റെ പോറലുകൾ വീഴ്ത്തി. അവരെ നോക്കാതെ ഞാൻ വേഗം തിരിഞ്ഞോടി. അകലെ നിന്നും നിലയ്ക്കാത്ത പൊട്ടിച്ചിരികൾ എൻ്റെ കാതുകൾ പകുത്തു. മിക്കപ്പോഴും അവരെ ഒരുമിച്ച് കാണാറുണ്ട്. തമ്മിൽ തമാശ പറഞ്ഞ് ചിരിക്കുകയാണവർ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും. അർച്ചന കാണാൻ മിടിക്കുകയാണ്. അജുവിനെ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക? നെറ്റിമറിച്ചിട്ട നീളൻ മുടികളുള്ള എപ്പോഴും ചിരിച്ച മുഖവുമായി ഒരു പൊടിമീശക്കാരൻ. അച്ഛൻ്റെ വാത്സല്യപുത്രൻ. ആര്യച്ചേച്ചിക്ക് ശേഷം 15 വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ മകനാണ്. അമ്മാവൻ്റെ ഏറ്റവും വലിയ ബലഹീനത. അച്ഛനോടും ഈ മകന് വളരെ സ്നേഹമാണ്. ഞാനും കൊതിച്ചിട്ടുണ്ട് അവൻ എന്നോടൊന്ന് സ്നേഹത്തോടെ, കളിയാക്കാതെ, ദേഷ്യപ്പെടാതെ ഒരു വാക്കുമിണ്ടാൻ. ചിലപ്പോഴൊക്കെ കുട്ടിക്കാലത്തിലേക്ക് തിരികെ ഓടാൻ കൊതിക്കാറുണ്ട്. എൻ്റെ കളിക്കൂട്ടുകാരനായ ആ പഴയ അജുവിനരികിലേക്ക്. കൈകൾ കോർത്ത് ഒരുമിച്ചാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. ഇടവഴിയോരത്തെ കാട്ടുപൂക്കൾ ഇറുത്ത് അവൻ എനിക്ക് മാല കോർത്ത് തരുമായിരുന്നു. പറമ്പിൽ നിന്ന് ചീമനെല്ലിക്കയും ചാമ്പയ്ക്കയും ലൗലോലിക്കയും വട്ടയിലയിൽ പൊതിഞ്ഞ് ആരും കാണാതെ എനിക്ക് തരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറച്ച് നിമിഷങ്ങൾ. അന്നവൻ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നെങ്കിലും ഇന്ന് ഞാനെന്ന കൂട്ടുകാരി അവൻ ദൂരെ എവിടെയോ മറന്നു വെച്ചു. 2ാമത്തെ പീരീഡിൽ കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്യാതെ വന്നത് ഞാനും ശ്യാമയും ബിൻസിയും അരുണും മാത്രമാണ്. സ്കൂളിന് അപമാനം ഉണ്ടാക്കാനായി കുറേ എണ്ണം. ഒക്കത്തിനെയും പുറത്താക്കണം. വരാന്തയിലെ വെയിലേറ്റ് തല കുനിച്ച് നിൽക്കുമ്പോൾ എതിർവശത്തെ കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ എന്നെ നോക്കി അജു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. ആ മുഖത്തെ പരിഹാസം കണ്ടില്ലെന്ന് ഞാൻ നടിക്കുവാൻ ശ്രമിച്ചു. ദിവസങ്ങൾ കാത്തു നിന്നില്ല. സന്തോഷത്തിൻ്റെ വെളിച്ചം മാത്രം നിറഞ്ഞു നിന്ന ഞങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് ആരോടും പറയാതെ ഒരതിഥി കൂടി വന്നു. അമ്മയുടെ ഇടതുമാറിൽ ക്യാൻസർ കോശങ്ങൾ വളർന്നു തുടങ്ങിയെന്ന്. ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ട്. അച്ഛൻ അമ്മയിലേക്ക് മാത്രം ഒതുങ്ങി. അമ്മയെന്നാൽ അച്ഛൻ്റെ ജീവനാണ്. ആ മനുഷ്യൻ്റെ ശ്വാസം പോലും അമ്മയിൽ ബന്ധിതമാണ്. ആരംഭമായതിനാൽ ചികിത്സകൾ ബലം കണ്ടു തുടങ്ങി. അമ്മ ചിരിയോടെ ആത്മവിശ്വാസത്തോടെ പറയും, അത്ര വേഗമൊന്നും നിന്നെ അച്ഛനെ കളഞ്ഞിട്ട് ഞാൻ പോകത്തില്ലെന്ന്. മെല്ലെ മെല്ലെ ഞങ്ങളുടെ സങ്കോടങ്ങൾ സന്തോഷത്തിൻ്റെ കീഴിൽ ശ്വാസം മുട്ടിച്ചു. അമ്മ മരിച്ചു. അന്നൊരു ഓണക്കാലമായിരുന്നു.
വീടിനോട് ചേർന്ന് അമ്മാവിൻ്റെ പറമ്പിൽ ഒരു വലിയ നാട്ടുമാവുണ്ട്. വലിപ്പം കുറഞ്ഞ പഴുത്ത മാമ്പഴങ്ങൾ നിറയെ അടർന്നു വീണ് കിടക്കും. മാമ്പഴം കഴിക്കാനൊരു പൂതി തോന്നി. മെല്ലെ പറമ്പിലേക്ക് കടന്ന് ഒന്നെടുത്ത് കടിച്ചു. ഓ, എന്തൊരു മധുരമായിരുന്നെന്നോ! നിലത്തിരുന്ന പാവാടയുടെ തുമ്പിൽ ഞാൻ കുറേ മാമ്പഴങ്ങൾ പെറുക്കിക്കൂട്ടി. പിന്നിൽ നിന്നാരോ എൻ്റെ ചെവിയിൽ അമർത്തിപ്പിടിച്ചു. അത് അജു ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വേദനയോടെ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ടും എൻ്റെ ചെവിയിലെ പിടിയയച്ചില്ല. മാങ്ങക്കള്ളി, നിന്നോട് ആരാടി എൻ്റെ പറമ്പിൽ കയറാൻ പറഞ്ഞത്? മാമ്പഴങ്ങളെല്ലാം നിലത്തേക്ക് ഊർന്നു വീണു. വേദന കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. പറമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും വരെ അവൻ്റെ വിരലുകൾക്കുള്ളിൽ എൻ്റെ ചെവി ഞെരിച്ചു. എൻ്റെ മേക്കാത് കുത്തിയ ചെറിയ കല്ലുള്ള കമ്മൽ ഒടിഞ്ഞെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. കാതിൽ ചെറുതായി രക്തം പൊടിയുന്നു. ദിവസങ്ങൾ അധികമായില്ല. ഉത്രാടത്തലേന്ന് ഏറെ നാളത്തെ എൻ്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു തന്നതാണ്. അമ്മയും പറഞ്ഞാണ് ചേർച്ചയുണ്ടെന്ന്. അവനെ തള്ളി മാറ്റി നിറകണ്ണുകളോട് ഞാൻ വീണ്ടും പറമ്പിലേക്ക് ഓടിക്കയറി. വേഗത്തിൽ കരിയിലകൾ ചിതറിയെറിഞ്ഞു. എന്തോ വല്ലാത്ത സങ്കടത്താൽ എൻ്റെ കണ്ണുകൾ നിറയുന്നു. എന്താ നീ നോക്കുന്നേ? കാര്യം മനസ്സിലാകാതെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അമർത്തിപ്പിടിച്ച എൻ്റെ ചെവിയെ അവന് നേരെ തിരിച്ചു. സമാധാനമായില്ല അജുന്. എൻ്റെ കമ്മൽ പോയി. കണ്ണുകൾ തുടച്ച് അവൻ്റെ മറുപടി കേൾക്കാതെ വേഗത്തിൽ പറമ്പിലേക്ക് നടക്കുമ്പോൾ ആ പറമ്പിൻ്റെ ഓരോ കോണിലും എൻ്റെ കമ്മലവൻ തിരയുകയാണെന്ന് ഞാൻ അറിഞ്ഞു. വീട്ടിൽ ചെന്നതും അച്ഛനോട് ഞാൻ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞപ്പോൾ സാരമില്ല, നമുക്ക് വേറെ വാങ്ങാം, എൻ്റെ മോള് വിഷമിക്കേണ്ടെന്ന് അച്ഛനും പറഞ്ഞു. അച്ഛനറിയാം അജുവിന് എന്നോടുള്ള സമീപനം. പക്ഷേ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു വലിയ വഴക്ക് തുടങ്ങി വെക്കേണ്ടെന്ന് ചിന്തിക്കുന്നു. ദാ പിടിക്ക്, ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതല്ലേ, ഇയാൾക്ക് വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വാങ്ങാം. ഇടവഴിയിൽ തടഞ്ഞു നിർത്തി ചിരിയോടെ അവൻ എൻ്റെ കൈവളയിലേക്ക് വെച്ചു തന്നു. ചുവന്ന നിറമുള്ള ഒരു കുഞ്ഞു പെട്ടി. ആ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനെ തിരഞ്ഞു. കളഞ്ഞുപോയത് വാങ്ങിത്തരാൻ അജുവിന് പറ്റും. അപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയോ? വളരെ ദുർബലമായ ശബ്ദം. ഒരു നിമിഷം അവനെൻ്റെ ചുവന്നു തടിച്ച കാതിലേക്ക് നോക്കി. സോറി, ഒരു തമാശയ്ക്ക് ചെയ്തതാ. നീയും എന്നെ അങ്ങനെ ചെയ്തോളൂ. അവൻ ഒരു വശം ചെരിഞ്ഞ് എനിക്ക് നേരെ കുനിഞ്ഞതും ഞാൻ അനങ്ങാതെ നിന്നു. പെട്ടെന്നെന്തോ അവൻ കൈയുയർത്തി എൻ്റെ കാതിൽ മെല്ലെ തൊട്ടതും ഞാൻ പിന്നിലേക്ക് മാറി. ആദ്യമായാണ് അവനിങ്ങനെ. മനസ്സിൽ ഒരുപാട് വേദനകൾ തരുമെങ്കിലും ഒരിക്കൽ പോലും അവൻ അറിയാതെ പോലും ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല അവൻ എന്നെ. പക്ഷേ ശരീരത്തേക്കാൾ അവൻ തന്ന മുറിവുകൾ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലേക്ക് ആ കുഞ്ഞു പെട്ടി വെച്ചു കൊടുത്തിട്ട് ഒന്നും പറയാതെ ഞാൻ തിരിഞ്ഞു നടന്നു. ദിവസങ്ങൾ കാത്തുനിന്നില്ല. ഓണവും ക്രിസ്മസും കഴിഞ്ഞു. അജുവിനെ ഇടയ്ക്ക് കാണാറുണ്ട്. അവനൊരു മാറ്റമില്ലെന്നേ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും അവന് പറയണം, എന്നെ വിഷമിപ്പിക്കണം. പലപ്പോഴും അവനോടൊന്ന് പ്രതികരിക്കണമെന്ന് മനസ്സ് പറയുമെങ്കിലും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. 10ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ അടുത്ത സമയം. അച്ഛനും അമ്മയ്ക്കും പേടിയാണ് ഞാൻ തോൽക്കൂന്ന്. തെക്കുംപുറത്തെ ഗീത ചേച്ചിയുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും ഞാൻ കണക്കിനും ഇംഗ്ലീഷിനും ട്യൂഷന് പോകുന്നുണ്ട്. ബാക്കി വിഷയമെല്ലാം ജയിക്കുമെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. ആശാ ഉണ്ണി, നീ പരീക്ഷയ്ക്ക് ജയിക്കുമോ അതോ മുട്ടയിടുവോ? അച്ഛൻ അവന് പുതുതായിട്ട് വാങ്ങിക്കൊടുത്ത ബൈക്ക് ഇടവഴിയിൽ എനിക്ക് മുന്നിൽ ബ്രേക്കിട്ട് നിർത്തി. അവൻ്റെ ചുണ്ടിൽ ചിരിയാണ്. എനിക്കെന്തോ വിഷമം തോന്നി. തോറ്റാൽ പാവം അച്ഛനും അമ്മയൊക്കെ സങ്കടപ്പെടും. ഞാൻ ഉറപ്പായും ജയിക്കും, അജു നോക്കിക്കോ. നിന്റെ നിലവാരം വെച്ച് നീ പൊട്ടാനാ ചാൻസ്. എനിക്കെന്തോ വല്ലാത്ത വിഷമവും ദേഷ്യവും. നീ പോടാ നിക്കുറമുള്ളി. ഒരൊറ്റ ഓട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് തളർത്താനുള്ള മരുന്നാണ്. പണ്ട് അമ്മായിയുടെ കയ്യിൽ നിന്ന് സ്ഥിരം തല്ലുകൊള്ളുമായിരുന്നു അജുവിന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യത്തോടെ എന്നെ നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ടവൻ. പരീക്ഷ തുടങ്ങി. ഒരു വിഷയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എഴുതിയ വിഷയങ്ങൾ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട്. അജുവിൻ്റെ പരീക്ഷ അവസാനിച്ചു. എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അവൻ നന്നായി പഠിക്കും. എൻ്റെ മോൻ ഡോക്ടറാകുമെന്ന് അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം. അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിർവികാരതയോടെ തലതാഴ്ത്താൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. എൻ്റെ മോള് കളക്ടറാകും അല്ലയോ മോളെ?
അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ ചിരിയോടെ പറയും. അവൾ 10ാം ക്ലാസ് ജയിക്കുമെന്ന് ആദ്യം കാണട്ടെ. മുറുക്കാൻ നീട്ടിത്തുപ്പി അമ്മാവൻ കളിയാക്കും. അവസാന പരീക്ഷയുടെ തലേദിവസം വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നു. ഇടവഴി കയറും മുമ്പ് തോട്ടുവക്കിന് സമീപത്തെ തെങ്ങിൻപറമ്പിൽ അജുവും കൂട്ടരും ഫുട്ബോൾ കളിക്കുകയാണ്. ആർപ്പുവിളികളും കലിവിലെ ശബ്ദങ്ങളും. ഒരു കുട്ടി നിക്കറുവിട്ട് പന്തിനു പുറകെ ഓടുന്ന അജുവിനെ കാണുകെ ഒരു വേള ഞാൻ ചിരിച്ചുപോയി. ഒരു കണ്ണാൽ എന്നെ കണ്ടുവെന്ന് തോന്നുന്നു. ഇടവഴിക്കരികിലേക്ക് പന്ത് പാസ് ചെയ്ത് എനിക്ക് നേരിയവൻ വരുന്നതറിഞ്ഞ് ഞാൻ വേഗത്തിൽ നടന്നു. അടുത്ത നിമിഷം പിന്നിൽ നിന്നും എന്തോ വന്നെൻ്റെ മുതുകിൽ ശക്തിയോടെ പതിച്ചതും തുളഞ്ഞ് പെരുത്തു കയറിയ വേദനയോടെ നിലതെറ്റി ഞാൻ താഴേക്ക് വീണു. തലയ്ക്കൊരു മന്ദത ബാധിച്ച പോലെ. വേഗം ഞാൻ പിടഞ്ഞെഴുന്നേറ്റതും അജുവും കൂട്ടുകാരും എനിക്ക് അരികിലേക്ക് ഓടി വരുന്നത് ഞാൻ അറിഞ്ഞു. കൈമുട്ടും കാൽമുട്ടും എല്ലാം നീർന്നു. കൈവെള്ളയുടെ തൊലിയുരിഞ്ഞ് രക്തം പൊടിയുന്നു. വേദന കൊണ്ടൊന്ന് ഉറക്കെ കരയാൻ തോന്നുന്നു. അജു ഓടി വന്ന് വെപ്രാളത്തോടെ എൻ്റെ കൈപിടിച്ച് മുറിവിലേക്ക് ഊതി. മതിയായില്ലേ അജു നിനക്ക്? എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ? പൂർത്തിയാക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുമ്പോൾ നിശ്ചലമായി ആ വഴിയരികിൽ അവൻ നിന്നു. ഒതുക്കുകല്ലുകൾ ചവിട്ടിക്കയറുമ്പോൾ ഞാൻ നന്നേ തളർന്നിരുന്നു. തല പിളർക്കുന്ന വേദന. കഴുത്തിലൂടെ കട്ടിയുള്ള ചുവന്ന ദ്രാവകം ഒഴുകി വരുന്നു. രക്തം. തലയുടെ പിൻഭാഗം പൊട്ടി ചോര വരികയാണ്. അമ്മയെന്ന് വേദനയോടെ ഉറക്കെ വിളിച്ചു. കുഴഞ്ഞു വീണ് ഞാൻ മുറ്റത്തേക്ക്. അടുത്ത ദിവസം കണ്ണു തുറന്നു. എൻ്റെ പരീക്ഷ. ഞാൻ മാത്രം തോറ്റുപോയല്ലോ. അച്ഛൻ എനിക്കരികിലുണ്ട്. ആ മനുഷ്യൻ്റെ കണ്ണിന് എല്ലാ വേദനയെക്കാളും എന്നെ പൊള്ളിക്കുന്നു. പോട്ടടാ, അച്ഛൻ്റെ മോക്ക് അടുത്ത വർഷം എഴുതി ജയിക്കാം. അച്ഛൻ എൻ്റെ നെറുകെ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ വീണ്ടും ഈ ആശാ ഉണ്ണി തോൽവിയുടെ കിരീടം അണിയുകയായിരുന്നു. 2 ദിവസങ്ങൾക്കപ്പുറം ഒരാൾ ആദ്യമായി ഞങ്ങളുടെ വീടിൻ്റെ പടി കടന്നു വന്നു. സുഖവിവരങ്ങൾ അറിയാൻ, മാപ്പ് ചോദിക്കാൻ. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. പശ്ചാത്താപമാണോ? ഉണ്ണിമാമ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സത്യം. അവൻ പറഞ്ഞു തീർന്നതും അച്ഛൻ്റെ കൈത്തലും ശക്തിയോടെ അജുവിൻ്റെ മുഖത്ത് പതിഞ്ഞു. ഇനി എൻ്റെ കൊച്ചിൻ്റെ നേരെ നീ നോക്കിയാ കൊന്നു കളയും ഞാൻ. ഉടുപ്പിൻ്റെ കോളറിൽ പിടിച്ച് അവനെ പടിക്ക് പുറത്തേക്ക് തള്ളുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ ഞാൻ തളർച്ചയോടെ നിന്നു. അവൻ്റെ കണ്ണുകൾ എന്നോട് ക്ഷമയാചിക്കും പോലെ. ഇങ്ങനെയൊരു മുഖം അച്ഛനിൽ ആദ്യമായിട്ടാണ്. അന്ന് രാത്രി അമ്മാവൻ വീട്ടിലേക്ക് വന്നു. മകനെ തല്ലിയതിന് പകരം ചോദിക്കാൻ. അച്ഛനുമായി വഴക്കായി. കണ്ണീരോട് അമ്മയും ഞാനും. വാക്കത്തി പിടിച്ച് അരയും തലയും മുറുക്കി നിൽക്കുന്ന അച്ഛനോട് അമ്മാവനും പേടി തോന്നിയെന്ന് തോന്നുന്നു. ഒരിക്കൽ അറിഞ്ഞു അജുവിന് എൻട്രൻസിന് റാങ്ക് ഉണ്ടെന്നും ഡോക്ടർക്ക് പഠിക്കാൻ ഡൽഹിയിലേക്ക് പോയെന്നും. കണ്ണു നിറഞ്ഞു. ഞാൻ മാത്രം എങ്ങും എത്താതെ. ഒരിക്കൽ അർച്ചന വീട്ടിലേക്ക് വന്നു. ആദ്യം എനിക്ക് അതിശയമായിരുന്നു. അവൾ ടൗണിലെ സ്കൂളിൽ +1 സയൻസിന് അഡ്മിഷൻ എടുത്തുവെന്ന്. പോകുമ്പോൾ ഒരു കുഞ്ഞു പേപ്പർ കഷ്ണം എന്നെ ഏൽപ്പിച്ചു. മൗനമായ ചിരിയോടെ അവൾ പോകുന്നത് നോക്കി ഞാൻ നിന്നു. ആശാ ഉണ്ണിക്ക്. അറിഞ്ഞോണ്ടല്ല. പന്ത് തട്ടി എറിഞ്ഞത് ഞാനല്ല. എങ്കിലും എന്നോട് ക്ഷമിക്കണം. നിന്നെ മാത്രം എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാൻ, വാശി പിടിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല. നിന്റെ മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും ഞാൻ മറന്നുപോയി. നന്നായി പഠിക്കണം. ഇനി കൺമുമ്പിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. മിസ് യു. അക്ഷരങ്ങൾക്ക് മീതെ കണ്ണീരിറ്റ് വീണു. ഉറക്കൊന്ന് കരയാൻ തോന്നുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത്. അടുത്ത വർഷം അത്യാവശ്യം നല്ല മാർക്കോടെയാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. പിന്നീട് 2 വർഷത്തോളമായി അജുവിനെ കണ്ടിട്ടേയില്ല. അവൻ എന്നിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയാണെന്നറിയില്ല. മെല്ലെ മെല്ലെ അർച്ചന എനിക്ക് ആത്മവിശ്വാസം തരുന്ന നല്ലൊരു സുഹൃത്തായി മാറി. ഇടയ്ക്ക് ഞാൻ ചോദിക്കാതെ തന്നെ അവൾ അജുവിനെക്കുറിച്ച് എന്നോട് പറയും. മൗനമായി അവളെ കേട്ടിരിക്കുകയാണ് പതിവ്. ഒരിക്കൽ ക്ഷേത്രനടയിൽ വെച്ച് ഞാൻ അവനെ കണ്ടു. അർച്ചനയുടെ ചേട്ടൻ്റെ കല്യാണ ദിവസം. അവനെന്നെ കണ്ടോന്നറിയില്ല. എങ്കിലും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. കൽത്തൂണിൻ്റെ മറവിലേക്ക് ഞാൻ ഒളിച്ചു. വിവാഹസദ്യ കഴിക്കാൻ നിൽക്കാണ്ട് നാരങ്ങയും വാങ്ങി അവളുടെ അനുവാദത്തോടെ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. അന്നത്തെ ആ ദിവസത്തിനപ്പുറം ഒരു കല്യാണ സദ്യയും ഞാൻ രുചിച്ചിട്ടില്ല.
ഓർമ്മകളിൽ എന്നും ആ പന്തലിൽ നിന്നും അപമാനിതരാക്കി വിട്ട വേദനയാണ്. ഡിഗ്രി 3-ാം വർഷത്തോടടുത്തു. വീടിനടുത്തുള്ള ഒരു പാരലൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അനുഭവങ്ങൾ നമുക്ക് വലിയ മോട്ടിവേഷൻ തരുമെന്ന്. ആഗ്രഹിച്ചാൽ അത് ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും തോന്നുന്നു. അതായിരിക്കാം യൂണിവേഴ്സിറ്റിയിൽ 3-ാം റാങ്കോടെ ഞാൻ വിജയിച്ചത്. ആ സന്തോഷം പങ്കുവയ്ക്കാൻ എൻ്റെ അമ്മയില്ലായിരുന്നു. വളരെ വേഗം തന്നെ വേദനയുടെ ലോകത്തു നിന്നും അമ്മ യാത്രയായി. ദൈവത്തോട് ആ ജീവൻ ഇനിയും കടം ചോദിച്ചു വാങ്ങാൻ മനസ്സ് വന്നില്ല. അവനും വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മുമ്പിൽ. എൻ്റെ കരയുന്ന മുഖം കാണിക്കെ ആദ്യമായി അവനും കരയുന്നു. എനിക്കരികിലിരുന്നു എൻ്റെ കൈ കവർന്നു എന്നെ നെറുകെ തലോടി. ആർത്ത് കരയണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അമ്മയില്ലാത്ത ലോകം കഠിനമായിരുന്നു എനിക്കും അച്ഛനും. മെല്ലെ മെല്ലെ അച്ഛൻ മദ്യത്തിൽ അഭയം തേടി. യൂണിവേഴ്സിറ്റി കോളേജിൽ PGക്ക് അഡ്മിഷനൊക്കെ ശരിയാക്കിയത് അർച്ചനയുടെ അമ്മയാണ്. ഇപ്പോഴൊരു കൈത്താങ്ങിന് അവൾ മാത്രമായി. ഓണക്കാലവും വിഷുവും മാറി വന്നു. മാറ്റങ്ങളൊന്നുമില്ലാതെ അച്ഛനും ഞാനും ഈ ഇരുട്ടിനുള്ളിൽ ഒറ്റയ്ക്ക്. ഒരു ദിവസം രാത്രി അച്ഛൻ തിരികെ വന്നില്ല. ആരും ആശ്രയമില്ലാത്ത ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്. അടുത്ത ദിവസം കവലയിലെ കടത്തെണ്ണയിൽ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരം. ഞാൻ കരഞ്ഞില്ല. ഒരു തുള്ളി കണ്ണീർ പോലും വന്നില്ല. പൊയ്ക്കോട്ടെ, എല്ലാവരും പൊയ്ക്കോട്ടെ. ഈ ആശ ഉണ്ണി ഒറ്റയ്ക്ക് മതി. ഭ്രാന്തിക്ക് സമം ഞാൻ പുലമ്പി. ഒരുപാട് ദിവസങ്ങൾക്കപ്പുറം ഒരു പെരുമഴയത്ത് അവൻ വീണ്ടും വന്നു. ഡോക്ടർ അജയ്. ആ പൊടിമീശക്കാരനേ അല്ലിപ്പോൾ. ഒരുപാട് പക്വത തോന്നുന്നു. താടിയും മീശയും ഒത്ത ശരീരവുമൊക്കെയായി. അജു ഒത്തിരി മാറിപ്പോയി. ചിരിയോടെ ഞാൻ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ അലിവ് ഇന്നെന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. ആശ ഉണ്ണിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ലല്ലേ? എന്തൊരു കോലമല്ലേ? ഞാൻ അതും പറഞ്ഞ് ചിരിച്ചു. അവൻ്റെ ചുണ്ടിൽ വേദനിക്കുന്ന ചിരി. ഏതോ ഓർമ്മയിൽ ഷോളിൻ്റെ തുമ്പുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റി തുടച്ചപ്പോൾ അവൻ വല്ലായ്മയോടെ എന്നെ നോക്കി. താൻ സുന്ദരിയാണ്, അന്നും ഇന്നും. ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. കുറേ കാലങ്ങൾക്ക് ശേഷം അവനെൻ്റെ കൈവിരലുകളിൽ കോർത്തു പിടിച്ചു. അവൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് കുറേയായി. ഇനി ഉടനെ അർച്ചനയുമായി കല്യാണം കാണുമല്ലേ? അയാൾ എൻ്റെ സുഹൃത്താണ്. ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും മറ്റൊരാളെയാണ്. ആളുടെ കയ്യിലാണ് ഞാനിപ്പോൾ കോർത്തു പിടിച്ചിരിക്കുന്നത്. എൻ്റെ കൈകൾ ഞാൻ അടർത്തി മാറ്റി. എനിക്കെന്തോ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു. വരില്ലേ എനിക്കൊപ്പം? ഈ നാടും വീടും ഒക്കെ വിട്ട് ദൂരെ എവിടേക്കെങ്കിലും നമുക്ക് പോകാം. ഇവനെന്നോട് യാചിക്കുവാണോ? ദയവായി ഈ സഹതാപം കൊണ്ട് അജു ഇനി എന്നെ കാണാൻ വരല്ലേ? പ്ലീസ് പൊയ്ക്കോളൂ. എനിക്കിനി ആരും വേണ്ട. ഞാൻ അവന് മുഖം കൊടുക്കാതെ വേഗം അകത്തേക്ക് നടന്നു. ഇനിയൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ ഞാൻ. പുറത്ത് പെയ്യുന്ന കനത്ത മഴയിലേക്ക് കുടയില്ലാതെ അവൻ നടന്നു മറിഞ്ഞു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നാടും വീടും ബന്ധങ്ങളും ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ എൻ്റെ സിസ്റ്ററമ്മ. വിമലഹൃദയ ആശ്രമത്തിലെ എന്നെപ്പോലെ ഒരുപാട് അനാഥരുടെ ഒരമ്മയായിരുന്നു അവർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ സ്വന്തം നാട്ടിലേക്ക് നാളെ ഞാൻ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. പേടിയോ ആത്മവിശ്വാസക്കുറമോ ഒന്നുമില്ലാതെ തന്നെ. ജനനിബിഡമായ ജില്ലാ ആശുപത്രി മുറ്റത്തെ ഉയർത്തിക്കെട്ടിയ വേദിയിൽ നിരന്നിരിക്കുന്ന മുഖ്യ അതിഥികൾ. അടുത്തായി പുതുതായി നിർമ്മിച്ച ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാന്യായ ജില്ലാ കളക്ടർ ആശ ഉണ്ണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടികൾ മുഴങ്ങുന്നു. ചിരിയോടെ ആത്മവിശ്വാസത്തോടെ ഞാൻ സദസ്സിനെ വണങ്ങി. കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ നാടല്ലേ. എല്ലാവരും എൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെയ്ക്കും സാക്ഷികളായിരുന്നവർ. പക്ഷേ എല്ലാവരാലും തഴയപ്പെട്ട ആരോരുമില്ലാത്ത ആശ ഉണ്ണിയെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ രഹസ്യം പലർക്കും അറിയണമെന്നുണ്ട്. പരിപാടികൾ കഴിഞ്ഞ് ഔദ്യോഗിക വാഹനത്തിൽ കയറാനൊരുങ്ങിയതും ആശുപത്രി വരാന്തയിൽ എന്നെ തന്നെ നോക്കിയൊരാൾ നിൽപ്പുണ്ട്. ഡോക്ടർ അജയ്. അന്ന് എനിക്കരികിൽ നിന്നും ആ മഴയിൽ നനഞ്ഞു പോയ ആളാണ്.
പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ കാണാതെ എന്നെ കാണാൻ വരുന്ന അജുവിനെ. ഒരിക്കൽ അർച്ചനയാണ് പറഞ്ഞത്, അജയ്ക്ക് നിന്നോട് സ്നേഹമാണ്, ഇഷ്ടമാണ്, പ്രണയമാണ് എന്നൊക്കെ. ചെറുപ്പം മുതൽക്കേ അവൻ പറയും ഞാൻ ആശ ഉണ്ണിയെ മാത്രമേ കല്യാണം കഴിക്കൂന്ന്. ആ അവനാണ് എന്നെ വേദനിപ്പിച്ചത്. ഇതെന്തു വിചിത്രം! പക്ഷേ എനിക്കെല്ലാം ഉൾക്കൊള്ളാനും മറക്കാനും സമയം കൂടുതൽ വേണ്ടി വന്നു, സ്വയമൊന്നും ജയിക്കാനും. ഇടയ്ക്കെപ്പോഴോ ആളുടെ അച്ഛൻ മരിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു. ചിന്തകൾക്ക് വിരാമമിട്ട് ഞാൻ ചിരിയോടെ അവൻ അരികിലേക്ക് നടന്നു. 2 നിമിഷം ഒന്നും മിണ്ടാതെ അവൻ അരികിൽ നിന്നതും മതിവരാത്ത പോലെ എന്നെ നോക്കുന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങുന്ന പോലെ അവനെൻ്റെ കൈകൾ കവർന്നു. ഒരുപക്ഷെ ഇവിടെ അല്ലായിരുന്നുവെങ്കിൽ അവൻ എന്നെ കെട്ടിപ്പിടിച്ചേനെ. ഇനിയും കാത്തിരിക്കണോ? വയസ്സ് 32 ആശ ഉണ്ണി എനിക്ക്. അവൻ്റെ കണ്ണിൽ കുസൃതി മിന്നുന്നു. ഇനിയെങ്കിലും ഒന്ന് പറയടോ എന്നെ ഇഷ്ടമാണെന്ന്. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിലും തീർത്തും അപരിചിതത്വം ഇല്ലാത്ത പോലെയാണവൻ. എന്ത് ഭംഗിയാണ് അവൻ്റെ ചിരി കാണാൻ. ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണുകൾ. ഇപ്പോഴുള്ള ഈ അജുവിനെ എനിക്കിഷ്ടമാണ്. പിന്നെ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ കൈപിടിച്ച് നടന്ന എൻ്റെ കൂട്ടുകാരനെ എനിക്കിഷ്ടമാണ്. ഇനി കൈവിട്ടെ, ഇതിൽ കൂടുതൽ പൈങ്കിളിയാകാനൊന്നും എനിക്ക് പറ്റില്ല. ഞങ്ങൾ രണ്ടാളും പൊട്ടിച്ചിരിച്ചു പോയി. അവൻ എൻ്റെ തോളിലൂടെ കൈയിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്തു. ചുറ്റും നോക്കി ആരും കാണാതെ എൻ്റെ കവിളിലൊരു കുഞ്ഞു മുത്തവും തന്നു. ഇത്രയ്ക്ക് സന്തോഷമാണോ ഇവന്? പുറത്ത് കാറ്റിലുലയുന്ന വാഗമരങ്ങൾ. അവൻ്റെ ഒപ്പം അവിടെ നിന്നിറങ്ങുമ്പോൾ 1000 സ്വപ്നങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് നെയ്യുകയായിരുന്നു. ഒടുവിൽ എൻ്റെ പ്രാണനായവൻ എന്നിലേക്ക് തന്നെ വന്നു ചേർന്നു. ശുഭം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.